സമകാലിക മലയാളിയുടെ കപടമുഖം പൊളിച്ചെഴുതാൻ ശ്രമിക്കുന്ന കഥ അനാഥർ. എഴുതി അവതരിപ്പിക്കുന്നത് ശ്രീ സി ശ്രീകുമാർ, തൊടുപുഴ. കവിതകൾ എഴുതി ജീവിതം പുലർത്താൻ പറ്റുമായിരുന്നെങ്കിൽ കൂനമ്മാവ് പഞ്ചായത്ത് ഓഫീസിലെ UD ക്ലർക്ക് ഉദ്യോഗം നിശ്ചയമായും ഞാൻ രാജിവെക്കുമായിരുന്നു. 100 കിലോമീറ്ററുകൾക്കപ്പുറത്ത് ഒരു പഴയ വീടിന്റെ കരിപുരണ്ട അടുക്കളയിൽ മുഷിഞ്ഞു കീറിയ സാരിയിൽ ദേഹം പൊതിഞ്ഞ് പുകയൂതി വിയർത്ത് സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭാനുമതി എന്ന ഭാര്യയെയും 6ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന അഭിരാം, അനുറാം എന്നീ കുഞ്ഞുങ്ങളെയും ഓർത്ത് കവിതയെഴുത്ത് നിർത്തി കണക്കെഴുത്ത് തുടങ്ങിയിട്ട് വർഷം 7 കഴിഞ്ഞിരിക്കുന്നു. ആഴ്ചയിൽ 6 പകലുകളും 5 രാത്രികളും കൂനമ്മാവ് പഞ്ചായത്ത് ഓഫീസിൽ നിന്നും കഷ്ടി 1 കിലോമീറ്റർ അകലത്തുള്ള ഇബ്രാഹിമിന്റെ ലൈൻ മുറിക്കും സമർപ്പിച്ച് ജീവിതം ഉരുട്ടി നീക്കിക്കൊണ്ടിരിക്കെ രാത്രികളിലെ ഏകാന്തതയും വിരസതയും എന്നെ തീർത്തും ഉത്സാഹഹീനനാക്കി കഴിഞ്ഞിരുന്നു. ചാൾസ് ഡിക്കൻസിന്റെ ഡേവിഡ് കോപ്പർഫീൽഡ് 3ാം വട്ടം വായിക്കാനെടുത്ത രാത്രിയിലാണ് ലൈൻ മുറിയുടെ തൊട്ടടുത്ത വീട്ടിൽ ആൾതാമസത്തിന്റെ അനക്കങ്ങൾ കേട്ടു തുടങ്ങിയത്. പിറ്റേന്നുണർന്നെണീറ്റ് മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ആ വീടിന് മുന്നിൽ പുതിയതായി തൂക്കിയ ഒരു ബോർഡും ഉണ്ടായിരുന്നു. സെന്റ് പീറ്റേഴ്സ് ഓർഫണേജ് എന്ന് വെള്ളയിൽ നീല അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നു. ഓരോ അക്ഷരത്തിനും ചുവട്ടിൽ നീല പെയിന്റ് ഒലിച്ചിറങ്ങിയ വരകളും കാണാം. ലൈൻ മുറിയുടെ മുറ്റത്ത് രാവിലെ പല്ലും തേച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഞാൻ. അനാഥാലയത്തിന്റെ മുറ്റത്ത് അതിന്റെ നടത്തിപ്പുകാരൻ എന്ന് തോന്നിക്കുന്ന ഒരു 45കാരൻ പ്രത്യക്ഷപ്പെട്ടു. കൃത്യമായി ക്ഷൗരം ചെയ്യാത്തതിനാൽ നരച്ചു തുടങ്ങിയ കുറ്റിത്താടി നിറഞ്ഞ മുഖം, പ്രായത്തെ കവിഞ്ഞ ചുളിവുകൾ നെറ്റിയിലും, ഏറെ മുഷിഞ്ഞ വെള്ളമുണ്ട്, ഒരു നീല ടീഷർട്ടിനുള്ളിൽ വീർപ്പുമുട്ടി നിലകൊള്ളുന്ന കുടവയർ, മുഖത്ത് നിഴലിട്ട് നിൽക്കുന്ന ഒരുതരം ക്രൂരഭാവം. അയാളെ കണ്ടപ്പോൾ ഡേവിഡിന്റെ രണ്ടാനച്ഛനായ മിസ്റ്റർ മഡ്സ്റ്റനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അന്ന് ഷേവ് ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴുമെല്ലാം ആ അനാഥാലയത്തിലെ അന്തേവാസികളെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു മനസ്സ് നിറയെ. രാവിലെ ആരെയും പുറത്തു കണ്ടില്ല. അകത്ത് ആളനക്കം ഉള്ളതുപോലെ തോന്നിയിരുന്നു. ഒരുപക്ഷെ അന്തേവാസികൾ കുറവായിരിക്കും. അല്ലെങ്കിൽ ആ ക്രൂരനായ നടത്തിപ്പുകാരനെ ഭയന്ന് ഒച്ചയിടാതിരിക്കുന്നതാവും. അഭിയെയും അനുവിനെയും ഓർമ്മ വന്നു. ശനിയാഴ്ച ആയതിനാൽ നാളെ അവർക്ക് സ്കൂളില്ല. 2 പേരും വീട്ടിലുണ്ടാവും. ഒരു ലീവ് എടുത്താലോ? വൈകിട്ടത്തെ ട്രെയിനിന് പുറപ്പെട്ടാൽ 2 ദിവസം കുട്ടികളോടും ഭാര്യയോടുമൊത്ത് വീട്ടിൽ കഴിയാം. കുളി കഴിച്ച് ഉണ്ടാക്കി വെച്ചിരുന്ന ഉപ്പുമാവ് വാരി തിന്നു തുടങ്ങിയപ്പോഴാണ് അതിൽ ഉപ്പ് ചേർക്കാൻ മറന്ന കാര്യം ബോധ്യപ്പെട്ടത്. രാവിലെ ആ ദുഷ്ടനെ കണി കണ്ടതേ തുടങ്ങിയോ ഗ്രഹപ്പിഴ. ഒരു ടംബ്ലറിൽ സ്വല്പം വെള്ളമെടുത്ത് അതിൽ ഉപ്പ് കലക്കി. അത് തളിച്ചതോടെ ആ പ്രഭാത ഭക്ഷണം കഷ്ടിച്ച് ഇറക്കാമെന്ന നില കൈവരിച്ചു. ഭക്ഷണം കഴിച്ച് ഓഫീസിലേക്ക് നടക്കുമ്പോൾ ഓർഫണേജിന് പുറത്തെവിടെയെങ്കിലും അന്തേവാസികളുടെ സാന്നിധ്യമുണ്ടോ എന്നറിയാൻ കുളികണ്ണിട്ട് ഒന്ന് നോക്കി. നിറം മങ്ങിയ സ്കൂൾ യൂണിഫോമിനുള്ളിൽ കയറിയ 3 കുട്ടികൾ വരാന്തയിലുണ്ട്. മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന പഴകിയ ബാഗുകളിലേക്ക് കീറിപ്പറിഞ്ഞ പുസ്തകങ്ങൾ കടത്തിവെക്കുന്ന തിരക്കിലാണവർ. ഡാ രാമു! വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും രൂപമില്ലാത്ത ഒരു ശബ്ദമുയർന്നു. ആ പരുക്കൻ ശബ്ദത്തിന്റെ ഉടമയാരെന്ന് ഊഹിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എന്തിനാണ് അയാൾ രാമുവിനെ വിളിച്ചത്? ഞാൻ നടത്തത്തിന്റെ വേഗത പരമാവധി കുറച്ചു. മിസ്റ്റർ മഡ്സ്റ്റണിന്റെ വിറയ്ക്കുന്ന ചൂരലാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിനു മുമ്പിൽ കൊച്ചു ഡേവിഡ് ചുണ്ടലിയെ പോലെ വിറകൊള്ളുന്നതും. മൊബൈൽ ഫോണിൽ ആരുടെയോ വിളി വന്നിരിക്കുന്നു എന്ന നാട്യത്തോടെ ഞാൻ അവിടെ ഉറച്ചു നിന്നു. പടിഞ്ഞാറ് വശത്തു നിന്നും വീണ്ടും ആ ശബ്ദമുയർന്നു. നീ ഇന്ന് സ്കൂളിൽ പോകണ്ട. ഈ വിറകെല്ലാം വൈകുന്നേരത്തിനകം കീറിയെടുക്കണം. അവറ്റകൾ പൊക്കോട്ടെ. ശബ്ദം കേട്ട ദിക്കിൽ നിന്നും കുനിഞ്ഞ മുഖത്തോടെ ഒരു പൊക്കക്കാരൻ പയ്യൻ നടന്നു വരുന്നുണ്ട്. അവൻ ഒന്നും മിണ്ടാതെ ആ കെട്ടിടത്തിനകത്തേക്ക് കയറിപ്പോയി. മറ്റു 2 കുട്ടികളും ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ പുസ്തകങ്ങൾ ബാഗിലാക്കുകയാണ്. ഞാൻ നടന്നു നീങ്ങി. ഓഫീസിൽ കൃത്യസമയത്തെത്തി സീറ്റിലിരുന്നു. കൂനമ്മാവ് പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ ഒഴികെ ബാക്കി ജീവനക്കാരെത്തണമെങ്കിൽ പിന്നെയും 1 മണിക്കൂർ കഴിയണം. ഏതാണ്ട് ആ സമയമായാലേ ജനങ്ങളും ഓരോരോ ആവശ്യങ്ങളുമായി എത്തുകയുള്ളൂ. കസേരയിൽ ചാരിയിരുന്ന് പത്രം നിവർത്തി വാർത്തകളിലൂടെ കണ്ണോടിച്ചു. പെട്ടെന്ന് രാമുവിനെ ഓർമ്മ വന്നു. അവനിപ്പോൾ വിറക് കീറുകയാവണം. രാവിലെ എന്തെങ്കിലും അവൻ കഴിച്ചിട്ടുണ്ടാകുമോ? മൂവരും
കൂനമ്മാവ് ഗവൺമെന്റ് യു പി സ്കൂളിലെ യൂണിഫോമാണ് ധരിച്ചിരിക്കുന്നതെന്ന് ഓർത്തു. സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഉച്ചഭക്ഷണം ഉണ്ടാവും. ഒരുപക്ഷെ ആ ചെലവ് ലാഭിക്കാനായിരിക്കും ആ ദുഷ്ടൻ അവരെ സ്കൂളിൽ വിടുന്നത്. അതെന്തായാലും ആ കുഞ്ഞുങ്ങളുടെ ഭാഗ്യം. താൻ എന്തിനാണ് ആ അനാഥ കുട്ടികളെ കുറിച്ചോർത്ത് ഇങ്ങനെ വേവലാതിപ്പെടുന്നത്? അവരെ ജനിപ്പിച്ച പുരുഷനും സ്ത്രീക്കുമില്ലാത്ത വേദന എനിക്കെന്തിന്? ഞാൻ പത്രം മടക്കി പൊടി പിടിച്ച ഫയലുകളിലേക്ക് മെല്ലെ ഇറങ്ങി. ഓഫീസിൽ അന്ന് പതിവിലും അധികം തിരക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടോ മുന്നിൽ വന്ന കൂനമ്മാവുകാരോട് ഒരു ദയവുമില്ലാതെയാണ് സംസാരിച്ചത്. അപേക്ഷകളിലെ നിസാര കുറവുകൾ പോലും ചൂണ്ടിക്കാട്ടി പലരെയും മടക്കി അയച്ചു. ഉച്ചയായതോടെ ശക്തമായ തലവേദന കൂട്ടിനെത്തി. മനസ്സാകെ അസ്വസ്ഥമാണ്. വീട്ടിൽ പോകണമെന്ന തോന്നൽ ശക്തിപ്പെട്ടു. അഭിയെയും അനുവിനെയും കാണാൻ മനസ്സു കൊതിക്കുന്നു. പിറ്റേന്നത്തെ ലീവ് എഴുതി വെച്ച് 3 മണിയോടെ ഓഫീസിൽ നിന്നിറങ്ങി. 4 മണിയുടെ ട്രെയിനിന് അന്നെന്തോ പതിവ് തിരക്കുണ്ടായിരുന്നില്ല. താൻ സ്ഥലം കണ്ടെത്തിയ കമ്പാർട്ട്മെന്റിൽ ഒരു അച്ഛനും മകളും മാത്രമേ വേറെ യാത്രക്കാരായി ഉണ്ടായിരുന്നുള്ളൂ. മകൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി ഇരിക്കുകയാണ്. അച്ഛനാകട്ടെ നല്ല ഉറക്കത്തിലും. ഇനി ഒരുപക്ഷെ ഇവർ അച്ഛനും മകളും അല്ലെന്ന് വരുമോ? താൻ എന്തിനാണിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ആ ചിന്തകളെ പിൻവലിച്ചു. ഇടയ്ക്കെപ്പോഴോ ഒന്ന് കണ്ണടച്ചപ്പോൾ നീല ടീഷർട്ടുകാരന്റെ ചുവന്ന കണ്ണുകളും കുടവയറും ഓർമ്മ വന്നു. രാമു വിറകു കീറി തളർന്നു വീഴുന്നു. ഡേവിഡ്, ഡേവിഡ്, എഴുന്നേൽക്കൂ. മഡ്സ്റ്റണിന്റെ സഹോദരിയുടെ ചൂരൽ പ്രഹരം ഏറ്റുവീണ ഡേവിഡിനെ ക്ലാര താങ്ങിയെടുക്കുകയാണ്. കാപ്പി കാപ്പി, ചായയെ. ചെവിയിൽ തുളഞ്ഞു കയറുന്ന കാപ്പി വിൽപ്പനക്കാരന്റെ ശബ്ദം സ്വപ്നങ്ങളിൽ നിന്ന് ഉണർത്തി. നാടെത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാത്രിയിൽ അഭിയെയും അനുവിനെയും തന്നോട് ചേർത്ത് കിടത്തി ഉറങ്ങാനൊരുങ്ങുമ്പോൾ ഭാര്യ തിരക്കി. ഇന്നെന്താ മക്കളോട് ഒരു പ്രത്യേക വാത്സല്യം? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. എന്താടി, എനിക്ക് എന്റെ മക്കളെ സ്നേഹിക്കാൻ പാടില്ലേ? നീ വെറുതെ അസൂയപ്പെടേണ്ട കേട്ടോ. സ്നേഹിച്ചോ സ്നേഹിച്ചോ, ഞാൻ ഇടയിൽ കയറുന്നില്ലേ? മക്കളെ ഒന്നോർത്തോ, നാളെ ഈ അച്ഛനങ്ങ് പോകും. പിന്നെ എന്റെ പിറകെ തന്നെ വരേണ്ടി വരും കേട്ടോ. ഞങ്ങളെങ്ങും വരുന്നില്ല അമ്മയുടെ പുറകെ. അനുവാണ് അത് പറഞ്ഞത്. ഓ, അച്ഛൻ വന്നാ പിന്നെ മക്കൾക്ക് അമ്മയെ വേണ്ടല്ലോ. ശരി ശരി, അച്ഛനും മക്കളും സ്നേഹിച്ചോണ്ട് കിടന്നു. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ ഉറങ്ങാൻ പോകുന്നു. 2 ദിവസങ്ങൾ 2 നിമിഷം പോലെ കടന്നുപോയി. തിങ്കളാഴ്ച ഓഫീസ് ക്ലോക്കിൽ 5 അടിച്ചതോടെ എനിക്ക് കാലുകൾ തളരുന്നതുപോലെ തോന്നി. കസേരയിലേക്ക് ചാരി അല്പനേരം കിടന്നു. ഡേവിഡ് ഇപ്പോൾ ഹോസ്റ്റലിലാണ്. അവന്റെ പുറത്ത് ഇവൻ കടിക്കും സൂക്ഷിക്കുക എന്ന ബോർഡ് തൂങ്ങുന്നുണ്ട്. എന്താ സാറേ, വല്ലായിക വല്ലതുമുണ്ടോ? പ്യൂൺ കുട്ടപ്പനാണ്. ഒന്നുമില്ല കുട്ടപ്പേട്ട, രാവിലത്തെ യാത്രയുടെ ക്ഷീണം കൊണ്ടൊന്ന് ഇരുന്നു പോയതാ. ഓഫീസ് പൂട്ടി കുട്ടപ്പേട്ടന് പോകണമായിരിക്കുമല്ലേ? ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങിത്തരാം. ബാഗും കുടയും എടുത്ത് നടന്നു. സെന്റ് പീറ്റേഴ്സ് ഓർഫണേജ് എന്ന ബോർഡിനടുത്തെത്തിയപ്പോൾ നെഞ്ചിലാകെ ഒരു പെടപെടപ്പ്. ആ കുട്ടികളെവിടെ? കണ്ണുകൾ അവിടമാകെ അരിച്ചു നടന്നു. വക്കുകെട്ടാത്ത കിണറ്റുകരയിൽ നിന്ന് തുണി അലക്കുകയാണ് അവരിലെ പെൺകുട്ടി. തുണികളുടെ കൂട്ടത്തിൽ കണ്ട നീല ടീഷർട്ട് എന്നിൽ കടുത്ത അസ്വസ്ഥത ഉണ്ടാക്കി. കഷ്ടിച്ച് തന്റെ മകന്റെ പ്രായമേ കാണൂ ഈ പെൺകുട്ടിക്ക്. ഇരുമ്പ് ബക്കറ്റ് നിറയെ വെള്ളം കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റാൻ അവൾ നന്നേ പണിപ്പെടുന്നുണ്ട്. അവളെയും അവളുടെ മുന്നിൽ കൂമ്പാരമായി കിടക്കുന്ന പഴന്തുണികളെയും കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ നടന്നു. ഡേവിഡ് തന്റെ വീടിന്റെ 2ാം നിലയിലെ മുറിയിൽ തടവിലാണ്. മഡ്സ്റ്റണിന്റെ ചൂരൽ തുമ്പുണ്ടാക്കിയ വ്രണം വലതു തുടയിൽ പഴുത്തു പൊട്ടിയിരിക്കുന്നു. ഞെട്ടിയുണർന്ന് ലൈറ്റിടുമ്പോൾ സമയം 11:30 ആയിരിക്കുന്നു. സന്ധ്യയ്ക്ക് വന്ന് കിടന്നതാണ്. വല്ലാത്തൊരു ഉറക്കമായിരുന്നു. പുറത്ത് നേരിയ വെളിച്ചം മാത്രം. ലൈൻ മുറികളിലെ അവസാനത്തെ മുറിയിൽ മാത്രമേ വെളിച്ചമുള്ളൂ. ഞാൻ ലൈറ്റ് അണച്ച് മെല്ലെ പുറത്തിണങ്ങി. മുന്നിൽ നീലപ്പനിയുടെ നിഴൽ പോലെ ഓർഫണേജ്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അതിന്റെ മുറ്റത്തെത്തി. വാതിലില്ലാത്ത ജനാലയിലൂടെ അകത്തെ മുറിയിൽ കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുടവയറിനെ കണ്ടു. മിസ്റ്റർ മഡ്സ്റ്റൺ, ഉറങ്ങിക്കോളൂ. ഇനിയൊരു ഡേവിഡിന്റെയും കണ്ണീർ ഈ മണ്ണിൽ ഒഴുകരുത്. ഓർഫണേജിലെ കുട്ടികളുടെ അലറിക്കരച്ചിൽ കേട്ടാണ് പിറ്റേന്ന് ഞാൻ ഉണർന്നത്. നേരം പരപരാ വെളുത്തു തുടങ്ങുന്നതേയുള്ളൂ. ഓർഫണേജിന്റെ മുറ്റത്ത് ആളുകൾ കൂട്ടം കൂടി നിൽപ്പുണ്ട്. ഞാനും അങ്ങോട്ട് നടന്നു. വരാന്തയിൽ വാവിളർന്ന് കണ്ണു തുറിച്ച് നിശ്ചലനായി കിടക്കുകയാണ് ആ മധ്യവയസ്കൻ. ചുറ്റും രക്തം കട്ട പിടിച്ചു കിടക്കുന്നു. രാത്രിയിൽ എപ്പോഴോ ആകണം. ഒറ്റ കുത്തിന് തീർന്നിട്ടുണ്ടാകണം. ഒച്ചയും ബഹളവും ഒന്നും കേട്ടില്ലല്ലോ. മുറ്റത്ത് അഭിപ്രായങ്ങൾ പലതും ഉയർന്നു കേട്ടു. തിരിച്ച് റൂമിലെത്തി വേഗത്തിൽ കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പുറപ്പെട്ടു. ഉച്ചയ്ക്ക് ചോറൂണിനിടയിൽ കുട്ടപ്പേട്ടൻ പറഞ്ഞു, സാറിന്റെ അടുത്ത് ഓർഫണേജ് നടത്തിയിരുന്ന ആ ഔസേപ്പിനെ ഇന്നലെ രാത്രി ആരോ കുത്തിക്കൊന്നു. പോലീസൊക്കെ വന്നിരുന്നു. അയാളും ഒരു അനാഥനാ സാറേ. ആരാ ഇനി ഇതിന്റെയൊക്കെ പുറകെ പോകാൻ? പോലീസുകാർക്കൊന്നും ഒരു കിട്ടപ്പോരും ഇല്ലാത്ത കേസായോണ്ട് അവരോരോന്ന് എഴുതി കുത്തിപ്പോയി. കുത്തിപ്പോക്കാനും ഒന്നും ആരുമില്ലാത്ത കൂട്ടരല്ലേ. എന്തിനാന്നും മറ്റും ആര് കണ്ടുപിടിക്കാൻ?
കുട്ടപ്പേട്ടൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാനൊരു നെടുവീർപ്പിട്ടു. പിന്നെ പറഞ്ഞു, കുട്ടപ്പേട്ട, എനിക്ക് ആ ലൈൻ മുറി ഒന്ന് മാറണമല്ലോ. കുത്തും കൊലയും ഒക്കെ നടക്കുന്നിടത്ത് നമ്മൾക്കൊക്കെ എങ്ങനെയാ? സാറ് വിഷമിക്കേണ്ട, 2 ദിവസത്തിനകം സാറിന് ഞാനൊരു പുതിയ മുറി തപ്പിത്തരാം. അതുപോലെ മതി കുട്ടപ്പേട്ട, ഞാൻ ആശ്വാസം കൊണ്ടു. കുട്ടപ്പേട്ടൻ വാക്കുപാലിച്ചു. ഓഫീസിനോട് കൂടുതലെടുത്ത് മറ്റൊരു മുറി പിറ്റേന്ന് തന്നെ കുട്ടപ്പേട്ടൻ തരപ്പെടുത്തി തന്നു. വാടക ഒരല്പം കൂടുതലാണെന്ന് മാത്രം. ആ പുതിയ മുറിയിലിരുന്ന് ഡേവിഡ് കോപ്പർഫീൽഡിന്റെ അവസാനത്തെ അധ്യായവും വായിച്ചു തീർത്തപ്പോൾ വലിയൊരു പേമാരിയിൽ നിന്നും രക്ഷ നേടിയതുപോലെ മനസ്സ് ആശ്വാസം കൊണ്ടു. നിരവധി ഞായറാഴ്ചകൾ കൺമുന്നിലൂടെ കടന്നുപോയി. അഭിയെയും അനുവിനെയും സിനിമ കാണാൻ കൊണ്ടുപോകാം എന്ന് വാക്ക് നൽകിയിരുന്ന മറ്റൊരു ഞായറാഴ്ചയിലേക്കുള്ള ശനിയാഴ്ചയിലെ ട്രെയിൻ യാത്രക്കിടയിൽ കീറിപ്പറഞ്ഞ ഉടയാടയും അഴുക്കുപുരണ്ട മുടിയും ക്ഷീണിച്ച മുഖവുമായി ഒരു പെൺകുട്ടി എന്റെ മുന്നിൽ വന്ന് കൈനീട്ടി. അവളുടെ കീറത്തുണിയുടെ വിടവിലൂടെ പുറത്തു കണ്ട പിഞ്ചു ശരീരത്തെ എനിക്ക് എതിർവശത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആർത്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തേക്ക് ഒന്നേ എനിക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. സെന്റ് പീറ്റേഴ്സ് ഓർഫണേജിലെ പെൺകുട്ടിയല്ലേ അത്? കിട്ടിയ നാണയത്തൊട്ടുകളും കൊണ്ട് അവൾ അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് നടക്കുമ്പോൾ എന്റെ എതിർവശത്തെ സീറ്റിലിരുന്ന ആ ചെറുപ്പക്കാരൻ അവൾക്ക് പിറകെ എഴുന്നേറ്റ് പോകുന്നത് ഒരു ഞെട്ടലോടെ ഞാൻ കണ്ടു. ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു. അടിയേറ്റ് നീര് വീണ കാൽമുട്ടുകളിൽ മുഖമമർത്തി കൊച്ചു ഡേവിഡ് തേങ്ങി തേങ്ങി കരയുകയായിരുന്നു അപ്പോൾ. ആനുകാലികങ്ങളിൽ എഴുതി വരുന്ന ശ്രീ സി ശ്രീകുമാർ തൊടുപുഴ എഴുതി അവതരിപ്പിച്ച അനാഥർ എന്ന കഥയാണ് ശ്രോതാക്കൾ കേട്ടത്.